മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ +1 റിസൾട്ട് ഓൾറെഡി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഒത്തിരി മക്കൾക്കാണ് ഫുൾ മാർക്ക്. ഇവരെല്ലാവരും തന്നെ 520 ഔട്ട് ഓഫ് 520 വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേറെ എവിടേക്കെങ്കിലും ആണെങ്കിലൊക്കെ ഒരാൾക്ക് ഉണ്ടാവില്ലേ. നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, എൻ്റെ സ്കൂളിൽ ഈ കുട്ടിക്ക് ഫുൾ മാർക്കുണ്ട്. പക്ഷെ നമ്മുടെ എക്സാം വിന്നറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എക്സാം വിന്നറിൽ ഇത്രയും പേർക്കാണ് ഫുൾ മാർക്ക്, അതായത് ഒരു മാർക്ക് പോലും കളയാതെ അവർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർ ഇത് മാത്രമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. 519, അതായത് ഒരു മാർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവരൊന്നും ശരിക്കും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫുൾ മാർക്കിൽ കുറേ മക്കൾക്കൊക്കെ ലാംഗ്വേജിലൊക്കെയാണ് മാർക്ക് പോയിട്ടുള്ളത്. അത്രയും അവർ സയൻസ് സബ്ജക്ട്സിലൊക്കെ സാധാരണ എപ്പോഴും നമ്മൾ എന്താ പറയുക, സയൻസ് സബ്ജക്ട്സ് ആണ് ഭയങ്കര ടഫ്, കിട്ടാതെ ആവാന്നൊക്കെ. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ സയൻസ് സബ്ജക്ട്സിലൊക്കെ ഫുൾ മാർക്ക് ഉണ്ട്, ലാംഗ്വേജസിലൊക്കെയാണ് ആ ഒരു മാർക്ക് പോയിട്ടുള്ളത്. ആൻഡ് ഇവിടെ ബാക്കി 518 കിട്ടിയിട്ടുള്ള ഇത്രയും പേരുണ്ട്. ദെൻ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ കുട്ടികളിൽ ഫുൾ A+ വാങ്ങിയിട്ടുള്ളത് 650+ ആൾക്കാരാണ്. അതേപോലെ തന്നെ A+ ഇൻ സയൻസ് സബ്ജക്ട്സിൽ കിട്ടിയത് 779 ആൾക്കാർക്കാണ് നമ്മളുടെ സയൻസ് സബ്ജക്ട്സിൽ. അതായത് അപ്പം മക്കളെ, നിങ്ങൾ സയൻസ് സബ്ജക്ട്സിൽ എപ്പോഴും ഇങ്ങനെ ടഫാണ്, പഠിച്ചാൽ മനസ്സിലാവുന്നില്ല, കിട്ടുന്നില്ല, ഇതൊക്കെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ ഓൾറെഡി കുഞ്ഞു ക്ലാസ്സിലേക്ക് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും, എക്സാം വിന്നറിൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്കൊരു കിട്ടാത്ത കാര്യമല്ല. അതുമാത്രമല്ല, ഏറ്റവും രസമായിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിലും അത് പോസിബിൾ ആക്കി തരുന്നൊരു സ്ഥലവും കൂടിയാണ് നമ്മളുടെ എക്സാം വിന്നർ. അപ്പം നമ്മൾ ഓൾറെഡി നമ്മളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ബാച്ചുകളും ഉണ്ട്. അതുപോലെ തന്നെ നീറ്റ് ബാച്ചുകൾ നമ്മൾ ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മളുടെ ഫസ്റ്റ് ബാച്ച്, അതായത് നമ്മളുടെ പൃഥ്വി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളിതേ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇനി നമുക്ക് ഒത്തിരി ബാച്ചുകൾ ഉണ്ടാവില്ല, ഇത് നമ്മളുടെ ലാസ്റ്റ് ബാച്ചായിരിക്കും. അപ്പോൾ നമ്മുടെ പൃഥ്വി ബാച്ചിൻ്റെ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ലാസ്റ്റ് ബാച്ചായിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ പൃഥ്വി ബാച്ചിൻ്റെ ഈ ഒരു സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ബാച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഫ്രൈഡേ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ട് നമ്മളെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്ത് നല്ല റിസൾട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണം, നിങ്ങൾക്ക് നീറ്റൊക്കെ ക്വാളിഫൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. കാരണം ഇനി കുറേയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി നമ്മളുടെ ബാച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൃഥ്വി ബാച്ചിൽ അടിപൊളിയാണ്, നമ്മൾ ക്ലാസ്സൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, നേരത്തെ പഠിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കേണ്ട, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ. പക്ഷെ അപ്പോഴേക്ക് നമ്മളുടെ അഡ്മിഷനൊക്കെ ക്ലോസ് ആയിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യമുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസാണ് നമ്മളുടെ ഈ ഒരു സെക്കൻഡ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകും എന്താണ് നമ്മളുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പൃഥ്വി ബാച്ച് നീറ്റിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഇപ്പം നീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ +1 +2 കഴിഞ്ഞാലാണ് എഴുതുക അല്ലേ. അപ്പോൾ നമ്മൾ അതിന് മുൻപായിട്ട് നമ്മുടെ +1 പബ്ലിക് എക്സാം എഴുതണ്ടേ. അപ്പോൾ +1 പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളുടെ അഗ്നി ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ നമ്മളുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് അഗ്നി ബാച്ചിലുള്ള ക്ലാസ്സുകളും പ്ലസ് നീറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അഗ്നി ബാച്ചിലെ ടോപ്പേഴ്സിനെയാണ് എൻ്റെ മക്കൾ തൊട്ട് മുൻപ് കണ്ടത്. ഒത്തിരി മക്കൾക്ക് ഫുൾ മാർക്ക്, പിന്നെ കുറേ പേർക്ക് 519, 518, പിന്നെ സയൻസ് സബ്ജക്ട്സിൽ ഫുൾ മാർക്ക്, അങ്ങനെ ഒത്തിരി റിസൾട്ട് കണ്ടു അല്ലേ. ആ ഒരു അഗ്നി ബാച്ചിൽ കൂടിയാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് നമ്മളുടെ അഗ്നി ബാച്ചുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. അഗ്നി ബാച്ചിൽ ഫുൾ സിലബസിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, ദെൻ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, അതേപോലെ തന്നെ PDF നോട്ട്സ് ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ നമ്മളെ ഫുൾ മാർക്ക് കിട്ടിയ നമ്മളുടെ കുട്ടികളുടെയൊക്കെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരിൽ കുറേ പേര് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ബാച്ചിലെ ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു വീഡിയോ സൊല്യൂഷനും അതിൻ്റെ നോട്ട്സുമാണ് അവരെ ഏറ്റവും ഹെൽപ്ഫുൾ ആയതെന്നാണ്. അപ്പം അതെൻ്റെ മക്കൾക്ക് ഓൾറെഡി നമ്മളുടെ ആപ്പിൽ കിട്ടും. ഓക്കെ, അതിൻ്റെയൊക്കെ നോട്ട്സ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ഉണ്ടാകും, നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും. ഇതെല്ലാം നമ്മളുടെ അഗ്നി ബാച്ചിലുണ്ടാവും. അതെൻ്റെ മക്കൾക്ക് പൃഥ്വി ബാച്ചിൻ്റെ കൂടെ ഓൾറെഡി കിട്ടും. അതിന് പുറമെ നിങ്ങൾക്ക് നമ്മളുടെ അഗ്നി ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സെറ്റ് കിട്ടും. 1270 രൂപ വേർത്തുള്ള ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ദെൻ അതൊന്നും കൂടാതെ എൻ്റെ മക്കൾക്ക് എന്താണ്, നിങ്ങൾക്ക് നീറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ക്ലാസ്സുകൾ ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ നിങ്ങൾ പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് നീറ്റിൻ്റെ ക്ലാസ് ഉണ്ടാവും, പ്ലസ് നിങ്ങൾക്ക് നമ്മളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ നീറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് DPP ഉണ്ടാകും, അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാകും, അതുപോലെ ടോപ്പിക് വൈസ് മന്ത്ലി വൈസ് എല്ലാ ടെസ്റ്റുകളൊക്കെ നമുക്ക് എന്തിലൂടെ കിട്ടും, നമ്മുടെ ഈ പൃഥ്വി ബാച്ചിലൂടെ കിട്ടും. ആൻഡ് നമ്മുടെ പൃഥ്വി ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 8,999 ആണ്. കാരണം ഇത് നിങ്ങൾക്ക് നീറ്റിൻ്റെ ക്ലാസ് പ്ലസ് എന്താണ് നമ്മുടെ അഗ്നി ക്ലാസ്സുകളും ബുക്ക് സെറ്റും ഒക്കെ കൂടെ നിങ്ങൾക്ക് 1 ഇയറിനുള്ള ഫീ ആണ് ഈ ഒരു 8,999 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ലാസ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഫ്രൈഡേ ക്ലാസ്സുകൾ തുടങ്ങും, ലാസ്റ്റ് ബാച്ചാണ്. അഡ്മിഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാം.